പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, റോയൽ റംബിൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ സൗദി അറേബ്യയിൽ വെച്ച് നടത്താൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. PW ഇൻസൈഡറാണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. 2026 റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് സൗദി അറേബ്യയിൽ വെച്ചിട്ടായിരിക്കും നടത്താൻ പോകുന്നത് എന്നും ജനുവരി മാസത്തിലായിരിക്കും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്തുക എന്നുമാണ് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2026 എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റാണ്. കഴിഞ്ഞ വർഷം തന്നെ സൗദി അറേബ്യയിൽ വെച്ച് റോയൽ റംബിളോ അല്ലെങ്കിൽ റസൽമേനിയയോ പോലെയുള്ള ഒരു ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്താനുള്ള പദ്ധതികൾ WWE ആരംഭിച്ചിരുന്നു. അതിന് പ്രകാരം സൗദി അറേബ്യയുമായിട്ടുള്ള ആ ഒരു ഡീൽ പ്രകാരമാണ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് സൗദി അറേബ്യയിലേക്ക് മാറ്റുന്നത്. സൗദി അറേബ്യയിൽ വെച്ച് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, WWE എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ അവർ ടെലിവിഷനിൽ നിന്ന് റോ എപ്പിസോഡിനെ മാറ്റി ഓൺലൈൻ സ്ട്രീമിങ്ങിലെ ബിഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറിയത് തന്നെ WWE എന്ന് പറയുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ബിസിനസ്സിനെ നല്ല രീതിയിൽ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ WWEയുടെ പ്രൊഡക്റ്റിനെയും വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സാധാരണ WWE റിംഗിൽ അങ്ങനെ സ്പോൺസേഴ്സിനെയൊന്നും അവർ ഇങ്ങനെ കാണിക്കാറില്ല. ചില LED സ്ക്രീനിലൊക്കെ സ്പോൺസേഴ്സിനെ ഈ അടുത്തായി കാണിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ക്യാൻവാസിൽ അഥവാ മാറ്റിൽ അവർ റിങ്ങിൻ്റെ ചുറ്റുമൊന്നും അങ്ങനെ സ്പോൺസേഴ്സിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാറില്ല. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ പ്രൈം എന്ന് പറയുന്ന ലോഗൻ പോളിൻ്റെ ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. മെയിൻ സ്പോൺസറായിട്ട് പ്രൈം വന്നത് പ്രൈമിൻ്റെ ആ ഒരു ലോഗോ ക്യാൻവാസിൽ ഉൾപ്പെടുത്തുന്നതിന് വലിയ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്നലെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ലീക്കായി. ആ ഒരു ഫോട്ടോയിൽ കുറേയധികം സ്പോൺസേഴ്സിനെ സ്നിക്കേഴ്സ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ വെബ്സൈറ്റ്, അതുപോലെയുള്ള കുറേയധികം വെബ്സൈറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള WWE റിംഗിലെ ഒരു മാറ്റ് ക്യാൻവാസ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി വരുന്ന ഷോകളിൽ ഇത്തരത്തിലുള്ള ക്യാൻവാസ് സ്പോൺസേഴ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻവാസ് WWE യൂസ് ചെയ്യാൻ പോകുന്നു എന്നും അത് WWE ബിസിനസ്സിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സ്പോൺസേഴ്സിനെ നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാകും. എന്നാൽ നമ്മൾ കുറേയധികം വർഷമായി കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമ്മുടെ ആസ്വാദനത്തെ ചിലപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഈ സ്പോൺസർഷിപ്പിൻ്റെ ആ ഒരു ലോഗോസ് വരുമ്പോൾ നമുക്ക് ബാധിച്ചേക്കാം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ്, റസൽമേനിയ 41 സെത്ത് റോളിൻസ് വേഴ്സസ് ഗിന്തർ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു റൂമറാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു റൂമറിൽ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ നിലവിലെ പ്ലാൻ അനുസരിച്ച് സെത്ത് റോളിൻസ് വേഴ്സസ് ഗിന്തർ തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയാണ് റസൽമേനിയ 41 തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓൾറെഡി ഇന്നലെ കഴിഞ്ഞ ആ ഒരു മീഡിയ കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് പറയുന്നുണ്ട് റസൽമേനിയ 41 മാച്ച് കാർഡുകളെ സംബന്ധിച്ചുള്ള ഏകദേശം ധാരണകളായിട്ടുണ്ട്, സ്റ്റോറി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഏകദേശം ധാരണകൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ റസൽമേനിയ 41 നിലവിലെ എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് ട്രിപ്പിൾ എച്ച് പറയുമ്പോൾ തന്നെ സെത്ത് വേഴ്സസ് ഗിന്തർ തമ്മിലുള്ള ഒരു മത്സരം അവർ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതിനു മുൻപ് ഈ ഒരു മത്സരം നടന്നിട്ടില്ല. അതും വേൾഡ് ടൈറ്റിലിന് വേണ്ടി നടക്കുകയാണെങ്കിൽ ഗംഭീര സ്റ്റോറിയും മത്സരവും പ്രതീക്ഷിക്കാവുന്നതാണ്. സെത്തിന് വിജയസാധ്യത കുറവാണെങ്കിൽ പോലും കിടിലൻ മാച്ച് കാണാൻ സാധിക്കും. റസൽമേനിയ 41 ഇത്തരത്തിലുള്ള ഒരു മത്സരം വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ദ റോക്കിനെ സംബന്ധിച്ചാണ്. റോക്കിനെ സംബന്ധിച്ച് കുറച്ച് പോയിന്റുകൾ പങ്കുവെക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത്, റോക്ക് TKO എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് കുറച്ചും കൂടി മേടിച്ചിരിക്കുന്നു. അതായത് WWE എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർഷിപ്പിൽ ഇനി കുറച്ചും കൂടി ഷെയർസ് റോക്കിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ റോക്ക് പറയുന്ന കാര്യങ്ങൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളിൽ വലിയ വിലയുണ്ടായിരിക്കും. റോക്ക് പറയുന്ന രീതിയിൽ സ്റ്റോറി വരെ മാറ്റി എഴുതാനുള്ള ഒരു പവർ ഇപ്പോൾ റോക്കിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ്, റോക്ക് നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ വീക്ക്ലി എപ്പിസോഡിൽ അപ്പിയർ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പായിരിക്കുന്നു. കാരണം റോക്ക് തന്നെ ഇൻസ്റ്റഗ്രാമിലെ ഒരു സ്റ്റോറി ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു അവാർഡ് നിശയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്. ആ അവാർഡ് നിശ
നടക്കുന്നത് ഈ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന എപ്പിസോഡ് നടക്കുന്ന എറീനയുടെ 20 മിനിറ്റ് മാത്രം അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതായത് ആ ഒരു ഷോയിൽ പങ്കെടുത്ത് റോക്കിന് 20 മിനിറ്റ് കൊണ്ട് ഈ ഒരു എറീനയിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സർപ്രൈസായി റോക്കിൻ്റെ അപ്പിയറൻസ് ഒരു സെഗ്മെൻറ്റ് നടത്താൻ WWE സാധിക്കുന്നതാണ്. കാലിഫോർണിയയിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു അവാർഡ് ഷോയും റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന എപ്പിസോഡും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റോക്കിൻ്റെ അപ്പിയറൻസ് ആദ്യ എപ്പിസോഡിൽ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ റോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് ചോദിച്ച കൂട്ടുകാർക്കുള്ള ഒരു മറുപടിയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കാണാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് പോൾ ഹേമൻ്റെ ആ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിക്കാനും സോളോ സിക്കോവയുടെ കൂടെ ചേരാനുമുള്ള സാധ്യതകളെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ പോൾ ഹേമൻ്റെ ഭാവിയെയും കൂടി തുലാസിൽ വെച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം ഈ സോളോ സിക്കോവ പങ്കുവെച്ചത് അത് പോൾ ഹേമൻ്റെ റോൾ എന്തായിരിക്കും എന്നുള്ള വലിയൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിച്ചുകൊണ്ട് റോക്കിൻ്റെ കൂടെ ചേരാനുള്ള സാധ്യതകൾ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡിലൂടെ ഇപ്പോൾ വലിയൊരു സാധ്യതയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പോൾ ഹേമൻ കാണിച്ച 1, 2, 3 എന്നുള്ള ഒരു സൈനും റോക്ക് കാണിച്ച ആ ഒരു 3 എന്നുള്ളൊരു സൈനും, അതായത് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോക്കിൻ്റെ ആ ഒരു സർപ്രൈസ് അപ്പിയറൻസിന് ശേഷം റോക്ക് കാണിച്ച 3 എന്ന് പറയുന്ന ആ ഒരു സൈനും തമ്മിൽ സമാനതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോൾ ഹേമൻ റോക്കിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് റോമൻ റീൻസിനെ ചതിക്കുന്ന രീതിയിലേക്കുള്ള ഭാഗങ്ങൾ കാണിച്ചേക്കാം എന്നുള്ളൊരു ചർച്ചകൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.